എസ്ഐക്കെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത് ആർഎസ്എസുകാരുടെ FB പോസ്റ്റ്. ആലപ്പുഴ കുത്തിയതോടെ എസ്ഐ അഭിലാഷിനെ ആക്രമിക്കാനാണ് ആഹ്വാനം. കഴിഞ്ഞ ദിവസം ആർഎസ്എസുകാരുടെ ആക്രമണത്തിൽ എസ്ഐക്ക് പരിക്കേറ്റിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, എങ്ങനെയാണ് ഭീഷണി? വിവരങ്ങൾ. സൗമ്യ, കഴിഞ്ഞ ദിവസം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ എസ്ഐയുടെ കൈ തല്ലിയൊടിക്കുകയും അതോടൊപ്പം തന്നെ എസ്ഐയോടൊപ്പം ഉണ്ടായിരുന്ന 2 പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വിവാഹ ചടങ്ങിൽ പ്രതി പങ്കെടുക്കുന്നുവെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് പ്രതിയെ കസ്റ്റഡി എടുക്കുകയാണ്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് പോലീസ് കസ്റ്റഡിയെടുത്തത്. ഇതിനുശേഷം RSSന്റെ കാര്യവാഹ അടക്കം പോലീസിന്റെ ജീപ്പ് തടഞ്ഞുകൊണ്ട് പോലീസിനെ ആക്രമിച്ചത്. അഡ്വക്കേറ്റ് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് RSS പ്രവർത്തകരാണ് എസ്ഐയുടെ കൈ തല്ലിയിടിക്കുകയും അതോടൊപ്പം തന്നെ പോലീസുകാരെ മർദ്ദിക്കുകയും ജീപ്പ് ആക്രമിക്കുകയും ചെയ്തത്. ഇതിനുശേഷം ഇപ്പോൾ ഇന്ന് BJP ചേർത്തല മണ്ഡലത്തിൽ ഹർത്താൽ, ചേർത്തല താലൂക്കിൽ ഹർത്താൽ നടത്തിയാണ്. ഇതിനോടനുബന്ധിച്ചാണ് RSSന്റെ അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരും വ്യാപകമായിട്ട് ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം സോഷ്യൽ മീഡിയയിലൂടെയും എസ്ഐയെ ആക്രമിക്കണം, എസ്ഐക്ക് അടി കൊടുക്കണം, അല്ലെ എസ്ഐക്ക് നേരെ അക്രമം നടത്തണം എന്നുള്ള രീതിയിലുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ചേർത്തല സ്വദേശി രജിത് എന്ന പേരിലാണ് ഫേസ്ബുക്കിലൂടെ എസ്ഐയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ പുറത്തു പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള ഭാഷയിലൂടെ എസ്ഐയെ അനാവശ്യം പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ചേർത്തലയിലും മറ്റും വ്യാപകമായിട്ട് പ്രചരിച്ചിരിക്കുകയാണ്. ഷാജി, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ SI ശ്രീ അഭിലാഷ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ അഭിലാഷ്, ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? ഇവരിങ്ങനെ ഒരു ആഹ്വാനം, താങ്കൾക്കെതിരെ ആക്രമണം നടത്തണമെന്നൊരു ആഹ്വാനം നടത്തുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? തിരികെ എത്താം. ഷാജഹാനിലേക്ക് തന്നെ പോകുന്നു. ഷാജി, ഇവിടെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്, അതായത് ഷാജി സൂചിപ്പിക്കുന്ന പോലെ തന്നെ RSSുമായി അടുത്ത ബന്ധമുള്ള ആളാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന RSSന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും ഒക്കെ പ്രവർത്തകരാണ്. അക്രമങ്ങൾക്കും മറ്റും നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഈ രജിത് കുമാർ എന്നാണ് നമുക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിനും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്ന് ചേർത്തലയിൽ വ്യാപകമായിട്ട് അക്രമങ്ങൾ അയച്ചുവിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് RSS. കാരണം ഹർത്താലിന്റെ പേരിൽ DYSP ഓഫീസ് മാർച്ചടക്കം ഇവരിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്കറിയാം ദേശീയപാത കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റൂട്ട് കൂടിയാണ് ചേർത്തല. ഇതുകൂടിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെടുത്താനും RSSന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ട്. എസ്ഐയുടെ കൈ തല്ലി ഒടിക്കുകയും പോലീസ് ജീപ്പ് തകർക്കുകയും അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയൊക്കെ ചെയ്തതിനു ശേഷവും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് RSSകാർ അല്ലെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ചെയ്തപ്പോൾ കൂട്ടമായ ഒരു ആക്രമണമാണോ ഉണ്ടായതെന്ന്? തീർച്ചയായിട്ടും. കാരണം RSSന്റെ മുഖ്യ കാര്യവാഹക അടക്കമുള്ള അഡ്വക്കേറ്റ് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, ഏകദേശം 30ഓളം വരുന്ന ഒരു സംഘം, 3 പേര് മാത്രമായിരുന്നു, ഒരു എസ്ഐയും 2 പോലീസുകാരും മാത്രം ജീപ്പിലെത്തിയ സംഘത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. എസ്ഐയുടെ കൈ തല്ലി ഒടിക്കുകയും അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 പോലീസുകാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതിലൊക്കെ ഇപ്പോഴും തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാത്രവുമല്ല, ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തതിനുള്ള പ്രതിഷേധമാണ്. കാര്യം, നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിനുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ എസ്ഐയുടെ കൈതല്ലി ഒടിച്ചത് എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു അഭിഭാഷകന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളാണ്. തിരികെ എത്താം. SI അഭിലാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഭിലാഷ്, ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ആഹ്വാനത്തിനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? എന്തിന്റെ ആഹ്വാനമാണ്? അല്ല, താങ്കൾക്കെതിരെ ആക്രമണം നടത്താൻ ഒരു ആഹ്വാനം ഇപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയാണ് RSSന്റെ ഒരു FB പോസ്റ്റ് ഉള്ളത്. സംഭവം എന്താണ്? ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇപ്പൊ ഒരു നിയമപാലകൻ എന്ന രീതിയിൽ മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. തീർച്ചയായും അന്നും സംഭവിച്ചത് അതാണോ? കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് അതാണോ? 4 ദിവസം മുമ്പ് ഒരു വീട്ടില് പാർക്ക് ചെയ്തിരുന്ന കാറ്, ബൈക്ക്, വീടിന്റെ ചില്ലുകള് ഇത് തല്ലിപ്പൊളിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരതില് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ അന്നേ ദിവസം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇപ്പൊ അയാള് ഏത് പാർട്ടിക്കാരനാണ് എന്നുള്ളതൊന്നും ഞാൻ നോക്കി. തീർച്ചയായും അന്ന് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴാണോ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്? അല്ലല്ലോ, ഒരിക്കലും. അയാളെ ഞാൻ ഒരിക്കലും കല്യാണ വീട്ടിൽ നിന്ന് ഇപ്പം ഒരു നിയമപാലകനുമാണ് ഞാനൊരു
പറഞ്ഞ പോലെ ഒരു വിവാഹ വീട്ടിൽ കയറി ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ തക്ക ഒന്നും വിവരക്കേടൊന്നും ഒരു എസ്ഐമാരെ കാണിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അയാളെ ഞാൻ അറസ്റ്റ് ചെയ്തത് ഒരു റോഡിൽ നിന്നാണ്. അയാളെ ഞാൻ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അതിനുശേഷം ഞാൻ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. അങ്ങനെയാണ്. പിന്നീട് ഒരു കൂട്ടം ആളുകൾ കൂട്ടമായി വന്ന് ആക്രമിക്കുകയായിരുന്നു. അതെ അതെ. അവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? കുറച്ചുപേരൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി. ഈ FB പോസ്റ്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാനിവിടെ ഹോസ്പിറ്റലിലാണ്. ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു പരസ്യമായ ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞ അറസ്റ്റ് ചെയ്തപ്പോഴുള്ള ആക്രമണം ഉണ്ടായത്, പിന്നീട് ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. അത്തരത്തിൽ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് താങ്കളെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പം അവിടെ വിവാഹത്തിന് ഞങ്ങൾക്ക് അവിടെ എന്റെ സ്റ്റേഷൻ ലിമിറ്റിൽ ഉള്ള ഒരു ഓർഫനേജ് ആണത്. അവിടേക്ക് വിവാഹത്തിന് എനിക്ക് ക്ഷണമുണ്ടായിരുന്നു. അങ്ങനെ വിവാഹത്തിന് ഞങ്ങളൊരു 3-4 പേരായിട്ട് പോയതാണ്. നന്ദി ശ്രീ അഭിലാഷ്, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഷാജഹാനിലേക്ക് പോവുകയാണ്. ഷാജി, ഒരുപക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതാണ് എസ്ഐ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ വ്യക്തമാകുന്നത്. അറസ്റ്റ് ഉണ്ടാകുന്നു, അതിനുശേഷം പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഒരു കല്യാണത്തിന് പോയ സമയത്താണ് അവിടെ വെച്ച് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് സ്വാഭാവികമായും ഈ അറസ്റ്റിന്റെ തുടർച്ച എന്നോണം തന്നെ ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിന് തുടർച്ച അദ്ദേഹം ആശുപത്രിയിലാണ്. അതിന് തുടർച്ച എന്നോണം ഇങ്ങനെ ആക്രമിക്കാൻ ഒരു FB പോസ്റ്റ്, ഒരു ആഹ്വാനം കൂടി ഇടുന്നു. യഥാർത്ഥത്തിൽ വലിയ ഒരു ആക്രമ സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒക്കെ പോലെയാണ് ഇവരുടെ ഒരു പെരുമാറ്റം ആദ്യം മുതൽക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ ഇവർ? സൗമ്യ, തീർച്ചയായിട്ടും ചേർത്തല കേന്ദ്രീകരിച്ച് RSSന്റെയും അതോടൊപ്പം തന്നെ BJPയുടെ ഒക്കെ പ്രവർത്തകർ വ്യാപകമായിട്ട് ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നിരവധി BJPയുടെ RSSന്റെ ഗുണ്ടാ സംഘങ്ങളുണ്ട്. വായനശാലയ്ക്ക് നേരെ വരെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആക്രമണം നടത്തുകയും അതിനെതിരെ വ്യാപകമായിട്ട് പോസ്റ്റർ പതിക്കുകയും അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. ഇത്തരത്തിലും നിരവധി കേസുകൾ ചേർത്തലുണ്ട്. ഇതിനൊക്കെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഒരു പ്രതിയെ, നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ BJPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അറസ്റ്റിന്റെ നേതൃത്വത്തിൽ അഭിഭാഷകൻ അടക്കമുള്ളവർ ചേർന്ന് ഒരു എസ്ഐയെ കയ്യേറ്റം ചെയ്യുക, എസ്ഐയുടെ കൈ തല്ലിയൊടിക്കുക, പോലീസുകാരെ മർദ്ദിക്കുക, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനുശേഷവും BJPക്ക് അനുകൂലമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ BJP ഇന്ന് ചേർത്തല മണ്ഡലത്തിൽ, ചേർത്തല താലൂക്കിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഇന്ന് ചേർത്തലയിൽ വ്യാപകമായിട്ട് പ്രകടനങ്ങളും അല്ലെ പ്രതിഷേധങ്ങളും നടത്താൻ ആഹ്വാനമുണ്ട്. ഇത് മാത്രമല്ല, ഇതിനൊക്കെ ഉപരിയായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ SIക്കെതിരെയും അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും ഒക്കെ തന്നെ വ്യാപകമായിട്ടുള്ള പ്രചരണം അയച്ചുവിടുന്നത്. ഇത് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അവരെ ആക്രമിക്കണമെന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകളാണ് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമപാലകർക്കെതിരെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്ന തികച്ചും കുറ്റകരമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയവരെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഇത്തരത്തിൽ അക്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ RSSന്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വ്യാപകമായിട്ട് ഇപ്പോൾ ചേർത്തല പ്രദേശങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കുത്തിയതോട് SIക്ക് നേരെയാണ് ഇപ്പോൾ RSSൻ FB പോസ്റ്റ് വഴി ആക്രമിക്കാൻ ആഹ്വാനം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം RSSകാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് SI ഇപ്പോൾ ആശുപത്രിയിലാണ്.